ഗൈസ്, LBSൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഓരോ ഗവൺമെൻറ് കോളേജിലും എത്ര BSc നഴ്സിംഗ് സീറ്റ് ഒഴിവുണ്ട് എന്ന് എണ്ണം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ താഴെ കുറേ കമൻറ്റ് വന്നു, നിങ്ങൾ ഇതുപോലെ സെൽഫ് നഴ്സിംഗ് കോളേജിൻ്റെ ഒഴിവുള്ള സീറ്റിൻ്റെ എണ്ണം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓരോ സെൽഫ് നഴ്സിംഗ് കോളേജിലും എത്ര സീറ്റ് ഒഴിവുണ്ട്, അവിടെ എത്ര സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്, അതുപോലെ തന്നെ അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് എത്രയാണെന്ന്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ കേരളത്തിൽ ഗവൺമെൻറ് കോളേജിലുള്ള BSc നഴ്സിംഗ് സീറ്റ് എത്ര ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ മുഴുവൻ കോളേജസും പറയുന്നില്ല, കാരണം മുഴുവൻ കോളേജ് പറഞ്ഞാൽ നല്ല ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കോളേജാണ് ACN അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ്, തിരുവനന്തപുരം. അവിടെ ടോട്ടൽ 30 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 2935 അടുത്ത കോളേജാണ് അഹല്യ കോളേജ് ഓഫ് നഴ്സിംഗ്, പാലക്കാട്. അവിടെ 20 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 2 കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല, അഥവാ 2 സീറ്റ് അവിടെ ഒഴിവുണ്ട്. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 6270. അടുത്ത കോളേജാണ് അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ്. അവിടെ 37 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 6 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 2868. അടുത്ത കോളേജാണ് ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് നഴ്സിംഗ്, മലബാർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. അവിടെ 40 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല, അഥവാ ഒരു സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 5054. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 5054. അടുത്ത കോളേജാണ് AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, കണ്ണൂർ. അവിടെ 40 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 4086. അടുത്ത കോളേജാണ് അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, വയനാട്. അവിടെ 20 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 7972. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 7972. അടുത്ത കോളേജാണ് അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ്, പത്തനംതിട്ട. അവിടെ 25 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 5 കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല, 5 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 8181. അവസാനം കയറിയ SMൻ്റെ റാങ്ക്. അടുത്ത കോളേജ് അമല കോളേജ് ഓഫ് നഴ്സിംഗ്, തൃശ്ശൂർ. അവിടെ 45 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 7 കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 2082. അടുത്ത കോളേജാണ് അൽ-അസ്ഹർ കോളേജ് ഓഫ് നഴ്സിംഗ്, തൊടുപുഴ. ഇവിടെ 25 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 3 കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 7295. അവസാനം കയറിയ SMൻ്റെ റാങ്ക്. അടുത്ത കോളേജാണ് അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ്, തൃശ്ശൂർ. അവിടെ 30 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല, ഒരു സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 4486. അവസാനം കയറിയ SMൻ്റെ റാങ്ക്. അടുത്ത കോളേജാണ് അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ്, കൊല്ലം. അവിടെ 25 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 4543. അടുത്ത കോളേജാണ് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്, കൊല്ലം. അവിടെ 30 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 3 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 5443. അടുത്ത കോളേജാണ് BCF കോളേജ് ഓഫ് നഴ്സിംഗ്, കോട്ടയം. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് 25 സീറ്റിലോട്ടാണ്. അതിൽ 3 സീറ്റ് ഒഴിവുണ്ട്.
അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 6837 ആണ്. അടുത്ത കോളേജാണ് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് 45 സീറ്റിലോട്ടാണ്. അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 2272 ആണ്. അടുത്തത് കാരിറ്റാസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് 35 സീറ്റിലോട്ടാണ്. അതിൽ 6 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 2133 ആണ്. അടുത്ത കോളേജാണ് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചേതിപ്പുഴ. അവിടെ 32 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല, അഥവാ ഒരു സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 4507 ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവസാനം കയറിയ SMൻ്റെ റാങ്ക്. അടുത്ത കോളേജ് ഓഫ് നഴ്സിംഗ് തലശ്ശേരി. അവിടെ 30 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 2 കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല, 2 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 6453. അടുത്ത കോളേജാണ് ക്രസൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ. അവിടെ 24 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 8485. അടുത്ത കോളേജാണ് കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവ. അവിടെ 19 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 4 സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 6343. അടുത്തത് കനോസ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് 19 സീറ്റിലോട്ടാണ്. അതിൽ 4 സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 6901. അടുത്ത കോളേജ് ക്രസൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്. അവിടെ 25 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 3 സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 7384. അടുത്ത കോളേജാണ് CSI കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് 45 സീറ്റിലോട്ടാണ്. അതിൽ 3 സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 5390 ആണ്. അടുത്ത കോളേജാണ് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ, അത് പത്തനംതിട്ട. അവിടെ 20 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 8459 ആണ്. അടുത്തത് ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ. അവിടെ 25 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 3 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 7462 ആണ്. അവസാനം കയറിയ SMൻ്റെ റാങ്ക്. അടുത്ത കോളേജാണ് ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് വയനാട്. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് 38 സീറ്റിലോട്ടാണ്. അതിൽ 4 സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 5740. അടുത്ത കോളേജാണ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ധർമ്മടം. അവിടെ 49 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 4 സീറ്റ് ഒഴിവുണ്ട്. അവിടെ അവസാനം കയറിയ SMൻ്റെ റാങ്ക് 7483. അടുത്തത് എടപ്പാൾ ഹോസ്പിറ്റൽസ് നഴ്സിംഗ് കോളേജ് മലപ്പുറം. അവിടെ 20 സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 6654. അടുത്ത കോളേജ് ഓഫ് നഴ്സിംഗ് EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് 50 സീറ്റിലോട്ടാണ്. അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 4102. അടുത്ത കോളേജാണ് കോളേജ് ഓഫ് നഴ്സിംഗ് എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് 20 സീറ്റിലോട്ടാണ്. അതിൽ 6 സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് 5158. അടുത്ത് സെൻറ്റ് ഗ്രിഗേറിയാസ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട. അവിടെ 30 സീറ്റിലോട്ടാണ് ആദ്യത്തെ അലോട്ട്മെൻറ്റ് നടന്നത്. അതിൽ 6 സീറ്റ് ഒഴിവുണ്ട്. അവസാനം കയറിയ SMൻ്റെ റാങ്ക് വരുന്നത് 4855 ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ 30 സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ മാത്രം ടോട്ടൽ 92 സീറ്റ് ഒഴിവുണ്ട്.
ഇനി മുഴുവൻ സെൽഫ് ഫിനാൻസിങ് കോളേജസും കൂടി കൂട്ടുമ്പോൾ ഇനിയും കുറേ സീറ്റ് ഒഴിവ് വരും. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം അധിക കുട്ടികൾക്ക് സീറ്റ് ലഭിക്കും. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാനും LBS നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്